റിച്ചസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തോട്ടിൽ മീൻ പിടിക്കാൻ പോവാണ്. നമുക്ക് നേരെ വീഡിയോക്ക് പോയാലോ. ഫ്രണ്ട്സ്, ഞങ്ങൾ തോട്ടിലേക്ക് ഇറങ്ങിയ പോലെ എൻ്റെ അനിയത്തിമാരൊക്കെ കളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അവിടെ ആയിട്ട് വെറുതെ വല പോലെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടുതൽ കാഴ്ചകൾ കാണാം. നമ്മള് മീനുകളൊക്കെ നമുക്ക് ആട്ടി നോക്കാം. വലിയ എന്തെങ്കിലും മീനെ കിട്ടു നോക്കാം. കിട്ടണ ഭാഗ്യം എന്ന് പറയാം. അല്ലാതെ അവിടെ നിന്നാ കാണൂല. ആ വല എടുത്ത് ഇങ്ങോട്ട് വാ, നല്ല അതും കൊണ്ട് വലിച്ചുകൊണ്ട്. ഒരു സാധനം കിട്ടിയില്ല. എല്ലാവരും ഹോട്ടലിലൂടെ പോയി. ഫോണിലാവുണ്ട് പെണ്ണേ. Oh my God, ഒരു വലിയൊരു ഓട്ട. ഇടി നശിപ്പിച്ചൊരോട്ട. അല്ലാതെ ഷാളും കൊണ്ട് അങ്ങ് കൂടി എത്താൻ പറ്റുമോ? ഗായ്സ്, നമ്മളുടെ ഇതൊക്കെ പോയി മീൻ പിടിക്കാനുള്ളതൊക്കെ പൊളിഞ്ഞുപോയി. അതെങ്ങനെ വിചാരിച്ചാൽ ഈ മീനിൻ്റെ ഞങ്ങളിങ്ങനെ പിടിക്കാൻ വെച്ച ഷാളില് വലിയൊരു ഓട്ടം വന്നുപോയി. അത് തുന്നിയത് ശരിയായില്ല, അത് പ്രശ്നമായിപ്പോയെ. അങ്ങനെ വലിയൊരു ഓട്ടം വന്നുപോയി. എൻ്റെ തലക്കിട്ട് ഇങ്ങനെയാണ് ആളിരിക്കുന്നത്. രണ്ട് വടി എടുത്തിട്ടു. നമുക്കിപ്പോൾ എനിക്കറിയില്ല ഓൻ്റെ എന്താ ബുദ്ധിന്നൊന്നും. ഞാനങ്ങനെ എനിക്ക് മീനിൻ്റെ വട്ടില്ല, ഓനക്ക് ആ മീനിൻ്റെ വട്ട്. ഒരു വട്ടം ഷാളും കൊണ്ട് പിടിക്കാൻ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു വട്ടം ഞങ്ങളുടെ ശ്രമം വിജയിച്ചതാ. അപ്പം അത് കാരണം പിന്നെയും ഇങ്ങനെ ശ്രമിച്ചാൽ നല്ലതല്ലേ, അത് കാരണം ഞാൻ ശ്രമിച്ചു നോക്കിയിരുന്നു. ആ ശ്രമം തോൽവിയായിപ്പോയി. തോൽവിയിലേക്ക് ആ ശ്രമം കടന്നുപോയി. എങ്ങനെയെന്ന് അറിയില്ല. ഒരു വടിയോട്ട് രണ്ട് വടിയും കൂടി ഇതാ അവന് പിന്നെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി അത് വിജയിക്കണേന്ന് പ്രാർത്ഥിക്കണം നിങ്ങളൊക്കെ കേട്ടോ. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിജയിക്കണേന്നൊന്ന് പ്രാർത്ഥിക്കണേ. അതാ എൻ്റെ അനിയത്തി അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ചാനലിലിടാനുള്ളതാ. തോട്ടുമണലാണിത്. കുറച്ച് കിട്ടും. വലിയൊരു ഷാളൊക്കെ കൊണ്ടുവന്നതിൻ്റെ ഇങ്ങനെ മല കുറേ കിട്ടും. ഗൈസ്, ഇത് ഫസ്റ്റ് തൊട്ടിടണം. ഗൈസ്, നമ്മളുണ്ടാക്കിയ ഒരു കേണി ആദ്യം പൊട്ടിപ്പോയി. അതിൽ വലിയൊരു ഹോൾ വന്നു. ഞാനത് തുന്നിയിൽ കണ്ടില്ല. ഹോളൊക്കെ തുന്നിയതിന് നമുക്ക് ഒന്നും കൂടി മീനാട്ടിയിട്ട് നമുക്ക് അതൊന്നും കൂടി തുന്നി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇതാക്കി വെക്കാം, മീനാട്ടി വെക്കാം. മീനെ കിട്ടുമോ നോക്കാം നമുക്ക് ആദ്യം. എൻ്റെ അനിയത്തിമാരൊക്കെ വെള്ളം കണ്ട കളിക്കുന്ന പോലാണ്. ഓൾക്ക് വെള്ളം നല്ലോണം ഇഷ്ടപ്പെട്ടെന്നാ തോന്നണേ. ഇതാ നോക്കിയാ, ഞങ്ങളവിടെ വല ഇട്ടിട്ടുണ്ട്. വാ, ഞങ്ങൾ വല അടിച്ച് കുറച്ച് കൂടുതൽ കുറെ 4-5 ഒരു പരലിനെയും കിട്ടി, കുറച്ച് തലയിക്കോ എന്തോ പറയണ കുറച്ച് മീനുകളെയും കിട്ടി. ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നല്ല ശുദ്ധവെള്ളത്തിൽ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ വല വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി നേരത്തെ ആട്ടിയാൽ നമ്മളിങ്ങനെ മീനുകളിങ്ങനെ ആട്ടി കൊണ്ടുപോട്ടെ, വല കൊടുക്കട്ടെ.
മോളെ ഇറങ്ങല്ലേ, ഇനി എല്ലാരും കര കയറിക്കോട്ടോ. മൈ ഗോഡ് ഗേസ്, നമ്മക്ക് ഇനി ഇതൊന്ന് ഇതാക്കി എടുക്കാം. മീനുകളൊന്ന് കയറട്ടെ കുറച്ചു നേരം. ഇത്രയും നേരം ആട്ടിയിട്ടാണ്. 2 പരളിനെയും കിട്ടി, കുറച്ച് തലയിനെയും കിട്ടി. വലിയ വലിയ കുപ്പി എടുക്കാൻ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊന്തിക്കുമ്പോൾ കാണിച്ചു തരാം. ഗേസ്, നമ്മൾ വെച്ച വല ഒന്ന് പൊന്തിച്ച് നോക്കാണ്. ഓ, ഒരു മീനിനെയും കിട്ടിയില്ല. ഒരു ആരളോ, പാമ്പീനെന്നാ പറയൂ ഒരു പേര്. അങ്ങനത്തെ 2 കിട്ടുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിലുള്ള ഒരു കുട്ടിയാണ്. 2 കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇറ്റങ്ങൾ ഈ മീനുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടി ഈ മീനുകളൊക്കെ വശത്താക്കി കൊല്ലും. ഇതാണ് ഇറ്റങ്ങളെ ഇത്. നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മൾ ഇത് കാണിച്ചിടാം. ഇറ്റങ്ങളെ എല്ലാ ഇറ്റങ്ങളെയും കാണിച്ചിടാം. വീട്ടിൽ നല്ല വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ഒന്നുകൂടി വെച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കണം. ഇതിൽ കിട്ടാൻ സാധ്യത കുറവാണ്. കുറേ മീനുകളെ ഞങ്ങൾ ഇതിൻ്റെ മുമ്പത്തെ വട്ടം വന്ന് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ മീൻ കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട്. ഓനോ മീനൊക്കെ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ഓ ഇല്ല, മീനൊന്നും ഇതിൽ തന്നെ ഇല്ല. ഞങ്ങൾക്ക് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കാം. അവിടെ ഞങ്ങൾ ഇത്രയും കാലമായിട്ട് പിടിച്ചിട്ടില്ല. ഇല്ല 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 ഇല്ല, ഒരു മീനും ഇല്ല. ഞാൻ തന്നെ പറയാ നമുക്ക് ഇതിവിടെ പയറും തോടാണ്. ഇത് പയറും തോടാണ്. ഇന്നതാ നമ്മൾ ഇതിൽ കൂടി എടുക്കുന്ന ചെറുത്തൊരു പയറൊക്കെ നോക്കുന്നു. നേരത്തെ കാണിക്കുന്നില്ല. ഇത് പിന്നെ ഇവിടെയൊക്കെ കാൽത്തീറ്റ ഉണ്ട്. കരിമ്പുണ്ട്. അതാ സാധനമുണ്ട്. കൈതോല നമുക്ക് ഉണ്ടെങ്കിൽ സാധനമാണ് നമുക്ക് അവിടെ നിൽക്കും. അതിന് നമുക്ക് വെറുതെ തിരിച്ച് വീട്ടിലേക്ക് നമുക്ക് തിരിച്ച് ആ സ്ഥലത്ത് തന്നെ പോയിട്ടുണ്ട്. ഇതാക്കിയിട്ട് ഗായ്സ്, നമ്മളിപ്പോൾ പാലത്തിൻ്റെ അടുത്ത് പാലം അവിടെയാണ് കേട്ടോ. അതാ അവിടെ കണ്ടോ കവുങ്ങും കൊണ്ട് പണി ചെയ്തിട്ട് ഇതുണ്ട് തോന്നുന്നു, അറിയത്തില്ല. ഇവിടെ മീനുണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്ത് ചെന്ന് പിടിക്കണം. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അവിടേക്ക് വെള്ളം ഇങ്ങനെ വരാത്ത രീതിക്കാക്കി വെച്ചിക്ക. ഇവിടെ ആരൊക്കെ കൂട്ടം കൂടിയിട്ട് പയറ് കൃഷി നനയ്ക്കാൻ വേണ്ടിയിട്ട് ഓരൊക്കെ ഇവിടെ മീൻ ഇല്ലാന്ന് തോന്നുന്നു. അതാ അവിടെ നമുക്ക് പാലത്തിൻ്റെ അടുത്ത് പോവാട്ടോ ഗൈസ്. എൻ്റെ അനിയത്തിക്ക് ഭയങ്കര കൊതിയായി. തോട്ടിലൂടെയൊക്കെ നടക്കുന്നത് നല്ല ഇഷ്ടമാണ്. അപ്പം ഇങ്ങനെ ഓടി ചാടി പോകുന്നതാ. ഞങ്ങൾ മീനിനെ കിട്ടിയത് അവിടെയൊന്നും വെച്ചില്ല കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരികയാണ്. കട്ടുകൊണ്ട് പോകാൻ സാധ്യതയാണ്. ഇവിടെ കുറേ കള്ളന്മാരും ഉണ്ടാവും. ഇങ്ങനത്തെ സ്ഥലമൊക്കെയാണ്. ഞാൻ ഈ പാലത്തിലൂടെ നടന്ന് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് പേടിയാണൊക്കെ, എന്നാലും പക്ഷെ എനിക്ക് അധികം പേടിയില്ല കേട്ടോ. 3 കവുങ്ങ് വെച്ചുകൊണ്ട് അടുത്ത് തന്നെ തോടാണുള്ളത്. അപ്പം തോടിലേക്ക് വീഴൂ.
അതാ ഒരു കുറച്ച് മീനുകളുണ്ട്. പക്ഷെ ആ സൈഡിലുണ്ട്, ആ സൈഡിൽ നിന്ന് ആട്ടണം കേട്ടോ. ഇതാ ഈ ഭാഗത്ത് നിന്ന് ആട്ടണം. നിങ്ങളിങ്ങനെ ഇരുന്നിട്ടൊക്കെ അതെ ഇതാക്കണ്ടോ, നല്ല സുഖമുണ്ട് നടക്കാൻ, പ്രശ്നവുമില്ല, ഒന്നും പറ്റില്ല. അതാ അവിടെയാണ് നെല്ല് കൊയ്തിട്ട് അങ്ങനെ ഈ നെല്ല് പറിച്ചെടുത്തിട്ട് അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പശുക്ക് ഉണങ്ങിയപ്പം പശുക്ക് പുല്ലാക്കാൻ വേണ്ടിയിട്ട് അവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഞാൻ ഇതിലൂടെ മെല്ലെ ഒന്ന് നടന്ന് കാണിച്ചതാ. എനിക്ക് പേടിയാണ്, എങ്കിലും നമ്മൾ ഇതിലൂടെ മെല്ലെ ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ. മെല്ലെ നടക്കണം, മീനുകൾ ഉണ്ടാവാൻ സാധ്യതയാണ്, അതിനും കൊണ്ടാണ് കേട്ടോ. ഒന്നും കേറിയിട്ടില്ലെന്ന് തോന്നുന്നു, അറിയില്ല. വെള്ളം കലങ്ങുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കി നോക്കാം. കുടുങ്ങിട്ടുണ്ടാവും, നോക്കി നോക്കാം. ഇതാ കലങ്ങിയിട്ടുണ്ട്. ചേമ്പോ എന്തൊക്കെ ഉണ്ട്. ഇതൊക്കെ നല്ല രസമുള്ള ഒരു പൂവാണ് കേട്ടോ, മഞ്ഞ. അത് അവള് ഒരു പാമ്പ് മീൻ ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, എന്താ ആരസോ ഇങ്ങനെന്തോ, ഞങ്ങളിവിടെ പാമ്പ് മീൻ എന്നാ പറയാ കേട്ടോ. ചില ആൾക്കാർ ആരസോ ഏരസോ എന്തോ അങ്ങനെ എന്തോ പേരൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഒരു പേരും അറിയില്ല. ഞങ്ങൾക്ക് ഈ പാമ്പ് മീൻ എന്നുള്ള ഒറ്റ ഒരു പേരേ അറിയൂ. നിങ്ങൾക്ക് എല്ലാവർക്കും തല കേക്ക് എന്നൊക്കെ പറയുന്നൊരു സാധനമുണ്ട്. ആ ചെമ്പല്ലി ബിലോപ്പി അങ്ങനത്തെ സാധനം കുട്ടികളാണ്. കുട്ടി അങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാ നമുക്ക് മീനുകളെ കുറേയൊക്കെ കിട്ടിട്ടോ. ഇതിപ്പോ ഇവിടെ വെയിലായത് കൊണ്ട് ഞാൻ ആ പാലത്തിന്റെ അടിയിലൊന്ന് ചെന്ന് നോക്കട്ടെ. ഇതാ നല്ല രസമുള്ള മീനുകൾ, പരള് എന്നൊക്കെ പേരുള്ള. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പാമ്പ് മീനെയൊക്കെ ഉണ്ട് കേട്ടോ. പാലത്തിന്റെ അടിയിൽ നിന്ന് വൃത്തിക്ക് കാണുന്നുണ്ട് എന്നാ തോന്നുന്നത്, അറിയില്ല. ഇതാണ് മീൻ, നമ്മളുടെ മീനുകൾ കണ്ടോ, കുറേ മീനുകളുണ്ട്. നമ്മളിനി ഇതിനൊന്ന് അവിടെ തന്നെ തിരിച്ച് കൊണ്ടുവയ്ക്കുകയാണ് കേട്ടോ. എന്താ കാരണം എന്നോ, വരുമ്പോഴായിട്ട് പെട്ടെന്നിട്ട് മറന്നിട്ടെങ്കിലും ഞങ്ങൾ ഓർമ്മിക്കാറുണ്ട്. ഞങ്ങളല്ല, എൻ്റെ ഏട്ടനൊക്കെ ഓർമ്മയുള്ളൂ. എൻ്റെ ഏട്ടൻ്റെ മീൻ ഒരു വട്ടം ഞങ്ങൾ നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞു മീനിനെ പിടിച്ചിട്ട് എൻ്റേത് എൻ്റെ ഏട്ടൻ്റെ ഒക്കെ കൂടി ഒരു ഏറ്റവും ചെറിയ അനിയത്തി ലുല എന്ന് പറഞ്ഞൊരു കുട്ടിയും കൂടി ഉണ്ട്. ലുലയല്ല പക്ഷെ പോക്കിയ ഫിദ എന്ന് പറഞ്ഞ കുട്ടി. ഏറ്റവും ചെറിയതെന്ന് പറയാൻ മാത്രമല്ല, അത്രക്കും ചെറിയതൊന്നുമല്ല, പാവവുമല്ല, നല്ല ദേഷ്യം ഉണ്ടാവും കേട്ടോ. അതിന് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ, മക്കളല്ലേ, എന്താ പറയണ്ട കാര്യം. എൻ്റെ അനിയത്തിക്ക് ഇതിൽ കൂടും. ഇത് മെല്ലെ അപ്പുറത്തെ അറ്റത്തോട്ട് പോയിട്ട് മെല്ലെ അറ്റത്തോട്ട് പോയിട്ട് ഇവിടുന്ന് അങ്ങ് ആട്ടയാണ്. ആട്ടട്ടെ, അയ്യോ തൊട്ട്, അയ്യോ താടല്ലേ ഗായ്സ്. ഇതാണ് നമ്മളെ സ്ഥലം. അവള് അയ്യോന്നൊരു ഒരു പേടിയാണ്. ഞാൻ നേരത്തെ ഒന്ന് ഇരുന്ന് കളിച്ചത്, ഇവിടെയൊക്കെ നീരുണ്ടായ സാധ്യത ഉണ്ട്. അത് കാരണം ഇരുന്ന് നോക്കിയേ ഫോണിലേക്ക് നമ്മൾ വെള്ളം അപ്പൊ പറഞ്ഞില്ല, കറിക്ക് വരാൻ പറഞ്ഞു കേട്ട്. ഞങ്ങളിന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. ഇതാ നമ്മൾക്കൊന്ന് ഇവിടെ ചുറ്റിയിട്ട് വന്നിട്ട് വരാം. നമ്മൾ ആദ്യം പോയിടത്തൊന്ന് വെറുതെ ഒന്ന് ചെന്ന് നോക്കാം. ഇതാ നമ്മളുടെ പയറ് കൃഷി കേട്ടോ, വളരെ രസമുണ്ട്. ഇവിടെ ആൾക്കാരുടെ ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. ഇവിടെ എല്ലാവരും അറിഞ്ഞതാ, അപ്പം അത് കാരണം കുഴപ്പമില്ല. അതാ പയർ വീഡിയോ, ഇതാ മീൻപിടി അവിടെ വെച്ച് ശരിയല്ല. ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ നല്ല പയറാ. ഈ പയറുകൾക്ക് ഇതാക്കാൻ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. പക്ഷെ പരളാകെ 2 കിട്ടിയിട്ടുള്ളൂ. പരള് 3 ഒന്നുമില്ല, വെറും 2 ഉള്ളൂ. പക്ഷെ വലിയ വലിയ ഞാനൊന്ന് വെറുതെ പറഞ്ഞതാണ്, അതിനും പാടില്ലേ സാറേ. അവള് വെറുതെ തള്ളു കേട്ടോ. പരള് 3 5 ഉണ്ട്.
ഇതവിടെ ഇവിടെ മോട്ടർ ഇട്ട് വെച്ചിക്ക. അപ്പൊ അവിടെ കുറെ മീനുകളൊക്കെ ഉണ്ട് കാണുന്നുണ്ട്. ടൈഗർ ഫിഷ് ഉണ്ട് ഇവിടെ. ബാ നമുക്ക് എടി അത് ബുക്കിലാ ഇവിടുത്തെ ആള് മരുന്ന് വെക്കണം. അത് അവിടെ തന്നെ വെക്ക്, ഉണക്കി വെക്ക്. അങ്ങനെ വെക്ക്. അങ്ങനെ ഞങ്ങൾക്ക് ചെയ്ത് കേട്ടോ. ഞങ്ങളവിടെ സ്ഥിരം ഇതാക്കാൻ വരുന്നു. ഞങ്ങൾക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടില്ല. എന്നാലും ഞാൻ തന്നെ ചീത്ത അങ്ങനെ കേട്ടോ. ഇതിങ്ങനെ അടിച്ചല്ല കുടഞ്ഞിട്ട് അത് അങ്ങോട്ട് തന്നെ വെക്ക്. 2-3 വട്ടം കുടഞ്ഞിട്ട് വെള്ളം പോണവരെ കുടയും. നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയേക്കാം. നമ്മൾക്ക് ഇവിടെ മീനുകളൊക്കെ ഇവിടെ കൂടുതലുണ്ട്. പക്ഷെ വലിയ പരലുകളൊക്കെ കൂടുതൽ. പക്ഷെ നമുക്ക് കിട്ടണ പരലുകളെ കിട്ടൂല. നമ്മളിവിടെ കുളിക്കണം. നിങ്ങളിങ്ങനെ പെരയൊക്കെ ഒഴിക്കട്ടോ. ഞങ്ങളുടെ ചേട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളിവിടെ കുറച്ച് പെട്ടെന്ന് വരുന്നു. ഫ്രണ്ട്സ്, ഇനി നമുക്ക് പോകാം. ഇനി തിരിച്ചു പോട്ടോ. ഗേസ്, ഉമ്മച്ചി തന്ന സമയം കഴിഞ്ഞ്. ഇനി പെര പോയ എന്തൊക്കെന്നാവോ അറിയില്ല. ഇനി നമുക്ക് നമ്മൾ വെച്ച വലയൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം. അതന്നെ ഉള്ളൂ രക്ഷ. ഗേസ്, നമ്മള് പിടിച്ച മീൻ എത്രണ്ണാണ്? കുറവാണെന്നാലും കുറേ നമ്മളെ പിടിച്ചതിൽ ചാടിപ്പോയതാണ്. ഇനി നമ്മളിത് നമ്മളുടെ മീൻ കുളത്തിൽ ഇടുകയാണ് കേട്ടോ. ഇത് നമ്മൾ പിടിച്ചിങ്ങനെ മീൻ കുളത്തിലിടുക. അങ്ങനെ കുറേ ഉണ്ടായിനി, ഞാൻ മീൻ കുളത്തിലിട്ടതാ. ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.